ഹായ് നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രായമായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു 55-60 വയസ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഇത് നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു 10 മിനിറ്റ് കാലിൻ്റെ വ്യായാമങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം മിക്കവാറും പ്രായമായ ആൾക്കാരുടെ എല്ലാം ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു പരാതിയാണ്, അവർക്ക് കാലുകൾക്ക് ബലമില്ല, അല്ലെന്നുണ്ടെങ്കിൽ നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ മിക്കവാറും ആൾക്കാരെല്ലാം തന്നെ പറയുന്നത് കേൾക്കാം. അപ്പം നമുക്ക് ഇത് മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു 10 മിനിറ്റ് ലളിതമായിട്ടുള്ള വ്യായാമങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾക്കിത് സിമ്പിളായിട്ട് നിങ്ങൾക്കിത് ദിവസവും വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പം നമുക്ക് ഒരു 35-40 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഈ കാലുകളുടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു തുടങ്ങും. പ്രധാനമായിട്ടും കാലിൻ്റെ മുട്ടുഭാഗം, അതേ കണക്ക് തന്നെ കാലിൻ്റെ ഈ കാഫ് മസിൽ, കാലിൻ്റെ മുട്ടിൻ്റെ താഴോട്ടുള്ള ഭാഗം, തുടയുടെ ഭാഗം, ഇവിടെ എല്ലാം വേദന, പെരുപ്പ്, കാലിന് മൊത്തത്തിൽ ഒരു ബലക്കുറവായിരിക്കും. സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല, അതേപോലെ തന്നെ നടക്കാൻ ബുദ്ധിമുട്ട്, അതിനൊക്കെ ഒന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പം ഇതെല്ലാം നിങ്ങളുടെ കാലിൻ്റെ ആരോഗ്യം നശിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. അപ്പം നിങ്ങളതിനെ ഒരിക്കലും അവോയ്ഡ് ചെയ്യാതെ ഇതേമാതിരിയുള്ള കുഞ്ഞു കുഞ്ഞു വ്യായാമങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഒറ്റ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഈ കാലിൻ്റെ പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാനൊക്കെ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതേ കണക്ക് ഒരു ചെയർ മാത്രം മതിയാവും നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ചെയർ തന്നെ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾക്ക് അല്പം പൊക്കം കൂടിയ ഒരു നമ്മുടെ തടി കൊണ്ടുണ്ടാക്കിയ കസേരയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ സ്റ്റീലിൻ്റെ ചെയറോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. 10 മിനിറ്റ് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഒരു 10 മിനിറ്റ് വർക്കൗട്ട് ഞാൻ ചെയ്യുന്ന നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കോളൂ. അപ്പം അതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 10 മിനിറ്റ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്ന കണക്ക് ഇതേപോലെ 1 ഇതേപോലെ 1 2 3 4 5 6 7 മേളിൽ കൊണ്ടുവന്നിട്ട് ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണം. പതുക്കെ ഇറക്കുക. 9 10 ഇത് നമ്മുടെ കാഫ് മസിൽ, ഈ ഒരു മസിൽസിന് വളരെ നല്ല ഒരു വ്യായാമമാണ്. അതിനുശേഷം നമ്മൾ ഒരു വട്ടം കൂടെ ആവർത്തിക്കുക. ഇതേപോലെ 1 2 3 ഗുഡ് 4 5 6 7 8 9 10 അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ചെയ്യുക. ഇപ്പം നമ്മൾ ഇങ്ങനെയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ 1 2 3 4 5 6 7 8 ഈ ഒരു മസിൽസിനെയാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ 9 and 10 ഹോൾഡ്. റിലാക്സ് ചെയ്യുക. വീണ്ടും നമ്മൾ 10 പ്രാവശ്യം ചെയ്യുക. 1 2 ഗുഡ് 3 4 5 6 7 8 9 10 അപ്പം നിങ്ങൾ 10 പ്രാവശ്യം ഇതേപോലെ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത വ്യായാമത്തിലോട്ട് പോകാം. അടുത്ത വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾ വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട. നിങ്ങളുടെ ഒരു കാല് ഇതേപോലെ പൊക്കി അടുത്ത കാലിൻ്റെ മുകളിലോട്ട് വെക്കുക. ഇതേപോലെ ഇതേ കണക്ക് പൊക്കി വെക്കുക. അതിനുശേഷം സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. സ്ട്രൈറ്റ് ആയിട്ടതിന് ശേഷം 1 2 3 4 5 6 ഹോൾഡ് ചെയ്യുക. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ട് 7 8
9, 10. ഓക്കെ. അതിനുശേഷം വീണ്ടും അടുത്ത കാലിൽ ഇതേ കണക്ക് വെക്കുക. നിങ്ങളുടെ ബോഡി എപ്പോഴും സ്ട്രൈറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇതേപോലെ സ്ട്രൈറ്റ് ആക്കുക. അതിനുശേഷം 1, 2, 3, 4. ഇവിടെ നല്ലൊരു പെയിൻ അനുഭവപ്പെടും ഈ ഒരു ഭാഗത്ത്. ഓക്കെ. 5, 6, 7, 8, 9, 10. ഓക്കെ. നിങ്ങൾ 10 പ്രാവശ്യം ചെയ്താൽ മതി. അതിനുശേഷം ഒന്ന് റെസ്റ്റ് എടുക്കുക. കാലൊക്കെ ഇതാണെങ്കിൽ നിങ്ങൾക്കൊന്ന് പതുക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അതിനുശേഷം നമ്മുടെ അടുത്ത വർക്കൗട്ടിലോട്ട് പോകും. അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക, നടുവൊക്കെ നിവർത്തിയിരിക്കുക. കസേരയിൽ ഞാൻ പറഞ്ഞിട്ട് അല്പം പൊക്കം കൂടിയ കസേരയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. എനിക്കിപ്പോൾ ഈ ഒരു കസേര കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ. അതിനുശേഷം നിങ്ങളുടെ കൈകൾ ഇതിനൊക്കെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുക കസേരയിൽ. അതിനുശേഷം സ്ട്രൈറ്റ് 1, സാവധാനം താഴോട്ട് കൊണ്ടുവരാം. 2, 3, ഗുഡ്. 4, 5, 6, 7, good. 8, 9, 10. ഓക്കെ. 10 പ്രാവശ്യം ചെയ്തു. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഷേക്ക് ചെയ്യുക കാലൊക്കെ. അതിനുശേഷം വീണ്ടും നമ്മൾ ഒരു വട്ടം കൂടെ ആവർത്തിക്കുക. അതേപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ടിരുന്നതിന് ശേഷം 1, good. Come on. 2, 3, nice. 4, 5, 6, 7, 8, 9, 10. അപ്പം അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. സ്ട്രൈറ്റ് ആയിട്ടിരുന്നതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് തന്നെ ഇതേപോലെ 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2. ഓക്കെ. ഈ ഒരു മസിൽസിന് വളരെ നല്ലതാണ്. ഓക്കെ. ഇവിടെ ഈ ഒരു ഭാഗത്തെ മസിൽസിന് ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കും. 1, 2, 1, 2, 1, 2. ഓക്കെ. 10 പ്രാവശ്യം ചെയ്തു. അതിനുശേഷം നിങ്ങൾ കാല് പതുക്കെ ഇതേപോലെ ഉയർത്തി വെക്കുക. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. അതിനുശേഷം 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 5, 6, 7, 8, 9, 10. ഓക്കെ. അതിനുശേഷം നിങ്ങൾ കാലുകൾ വീണ്ടും ഒന്ന് പതുക്കെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ഓക്കെ. അതിനുശേഷം വീണ്ടും നിങ്ങൾ ആദ്യത്തെ വർക്കൗട്ട് വീണ്ടും ആവർത്തിക്കുക ഇതേപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ടതിന് ശേഷം 1, 2, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ. 10 പ്രാവശ്യം ചെയ്തു. അതിനുശേഷം വീണ്ടും കാലുകൾ നമുക്ക് നിവർത്തി വെക്കുക. ഇത് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യുക. അതിനുശേഷം 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. ഓക്കെ. ഗുഡ് വർക്കൗട്ട്. സൂപ്പർ വർക്കൗട്ടാണ്. ഓക്കെ. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അടിപൊളി വർക്കൗട്ടാണ്. അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. ഓക്കെ. ഇതങ്ങൾക്ക് സ്ട്രൈറ്റ് ആയിട്ടിരുന്നതിന് ശേഷം നിങ്ങളുടെ കാലുകൾ ഇതേ കണക്ക്, ഈ തുടകൾ ഇതേ കണക്ക് 1, ഹോൾഡ്. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം അതൊക്കെ ഇതേ കണക്ക് കൊണ്ടുപോകുക. 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ. വീണ്ടും നമ്മൾ ഒരു വട്ടം കൂടെ ആവർത്തിക്കുക. ഇതാണ് സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം മാക്സിമം ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് അടുപ്പിക്കണം കാല്. ഓക്കെ. ഇതേപോലെ 1, 2,
3 4 5 6 7 8 9 10. ഓക്കെ, ഇത് നല്ല ഒരു വർക്കൗട്ടാണ്. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട്. അപ്പം ഇനി ഒരു വർക്കൗട്ട് കൊണ്ട് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, അതും കൂടെ നിങ്ങൾ ചെയ്യുക. അടിപൊളി വർക്കൗട്ടാണ്. അപ്പം ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസേരയുടെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കുക. ഇതേപോലെ നിങ്ങൾ അറ്റ ഭാഗത്തായിട്ട് തിരിഞ്ഞിരിക്കുക. അതിനുശേഷം കൈ ഇതേ കണക്ക് പിടിച്ചതിന് ശേഷം പതുക്കെ 1 2 3 4 5 6 7 8 9 10. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു ഹിപ്പ് ഭാഗത്തേക്ക് സ്ട്രോങ് ആക്കാൻ പറ്റിയ വർക്കൗട്ടാണ്. ഇത് കണക്ക് ഇരിക്കുക, സൈഡ് കയറുന്നു. അതിനുശേഷം ഒരു കൈ ഇത് കണക്ക് പിടിക്കുക. അതിനുശേഷം സാവധാനത്തിൽ 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ വർക്കൗട്ട്. അപ്പം നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് വീട്ടിൽ ചെയ്ത് തീർക്കാൻ പറ്റും. ഒരു കസേരയ്ക്കകത്ത് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ്. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുമോ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ കണ്ട അവിടെ ഇവിടെ കിട്ടുന്ന തൈലവും കുഴമ്പുകളൊക്കെ മേടിച്ച് കാലിലിട്ട് വെറുതെ ഇട്ട് കാലുകൾക്ക് വീണ്ടും വീണ്ടും ആരോഗ്യം നശിപ്പിച്ച് കളയാതെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വർക്കൗട്ടൂടെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ടാകും. നമ്മുടെ കാലിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ, രക്തത്തിൻ്റെ ഓട്ടമൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് കാലുകൾക്ക് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന വർക്കൗട്ടാണ്. ഷുവറാണ്, നിങ്ങൾ ഈ വർക്കൗട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റെപ്പുകൾ ഓടിക്കയറാനും നിങ്ങൾക്ക് കാലുകൊണ്ട് എന്ത് പരിപാടി നടത്താനും, നിങ്ങൾക്ക് ഓടാനും ചാടാനും എന്തിനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.